വലിയ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ ക്രിസ്പിനച്ചൻ്റെ മേലധികാരിയും ഡൽഹി കുസ്തോസുമായിരിക്കുന്ന റൈറ്റസ് ക്രിസ്പിനച്ചൻ്റെ കമ്പാനിയനായിരിക്കുന്ന ജൂഡച്ചാൻ, മറ്റു കമ്പാനിയൻസ് ആയിരിക്കുന്ന വൈദികരോടുണ്ട്. സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, ഈ ലോകത്ത് നിന്ന് തൻ്റെ കടമ പൂർത്തിയാക്കിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ പ്രിയ ബഹുമാനപ്പെട്ട ജോണച്ചാൻ, എൻ്റെ കസിൻ ചേച്ചിയാണ് ക്രിസ്പിനച്ചൻ്റെ അമ്മ. മൂത്ത മകനും ഞാനും ഒരുമിച്ച് ഏതാണ്ട് ഒരേ സമയത്ത് ജനിച്ച് വളർന്ന് പഠിച്ചവരാണ്. ഇത്രയും വർഷത്തെ പരിചയം വീടിൻ്റെ തൊട്ടുപുറകിലാണ്. ഒന്ന് ചുമച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാവുന്ന അവസ്ഥയിൽ 10ാം ക്ലാസ് വരെ വളർന്നു വന്നപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത് സംഘർഷങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും വിഷമങ്ങളുടെയും ഒക്കെ നടുവിൽ ഇത്രയും ശാന്തമായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഒരിക്കൽ പോലും എന്തൊക്കെ ബഹളവോ പ്രശ്നങ്ങൾ ഉണ്ടായാലും ജോണച്ച എന്ന് പറഞ്ഞ ഈ വ്യക്തി ഒരിക്കൽ പോലും സ്വരമുയർത്തി സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. ഞാൻ പലപ്പോഴും ഓർക്കുന്നത് ഏതാണ്ട് വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പോലെയുള്ള ഒരു മനുഷ്യനാണ്. യൗസേപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വളർത്തുക എന്നുള്ളതാണ്. തൻ്റെ 6 മക്കളെയും ഭാര്യയെയും തൻ്റെ പ്രിയപ്പെട്ടയും തൻ്റെ ജീവനും ജീവിതവും നൽകി വളർത്തിയ ഒരു മനുഷ്യൻ. നല്ലൊരു കഠിനാധ്വാനിയായിരുന്നു. ഒരുപാട് കഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ സഭയ്ക്കും സമൂഹത്തിനും മക്കൾക്കുമൊക്കെ നന്മയ്ക്ക് വേണ്ടി എപ്പോഴും ജീവിച്ച ഒരു മനുഷ്യൻ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. എൻ്റെ ഓർമ്മ വെച്ച കാലത്തിൽ മുഷ്ടി ചുരുട്ടി പതാകകൾ ഉയർത്തുമ്പോൾ വിളിക്കുന്ന വിളികളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പഠിച്ചു വന്ന സമയത്തോർത്ത് ഇത്രയും സ്ട്രോങ് കമ്മ്യൂണിസ്റ്റായ ഒരു വ്യക്തി തൻ്റെ മകനെ തമ്പുരാന് വേണ്ടി ബലിയർപ്പിക്കാനായി വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ വിശ്വാസം എത്രത്തോളമാണെന്നുള്ളത്. ഉറക്കം നടന്നുകൊണ്ട് എപ്പോഴും പള്ളിമുറ്റത്ത് പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ജോണച്ചനല്ല, മറിച്ച് ഉള്ളിൻ്റെ ഉള്ളില് നന്മയുടെ ഒരു വിശ്വാസത്തിന്റെ മനുഷ്യനായിരുന്നു. അതിനാലാണ് ആ വിശ്വാസ ജീവിതത്തിന് മകനെ ബലിയർപ്പണത്തിനായിട്ട് തമ്പുരാന് വേണ്ടി വിട്ടുകൊടുക്കുന്നത്. പ്രിയപ്പെട്ട ജോണച്ച യൗസേപ്പ് പിതാവിനെ പോലെ ശാന്തനായിരുന്നു, മറ്റുള്ളവരെ വളർത്തുന്നവനായിരുന്നു, ഒപ്പം മറ്റുള്ളവരുടെ നന്മയിലും സന്തോഷം കണ്ടെത്തിയ വ്യക്തിയായിരുന്നു. 1000-അധികം പൂർണ്ണചന്ദ്രന്മാരെ കണ്ടുകൊണ്ട് തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന ബൈബിളിലെ 80 കഴിഞ്ഞ് 83 കടന്നു പോവുകയാണ്. ദൈവം തന്നെ ഏൽപ്പിച്ച ആ കടമ വിശ്വസിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നീതിയുടെ കിരീടത്തിലേക്ക് ജോണച്ച കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട മുത്തുചേച്ചിക്കും മക്കൾക്കും ഏറെ പ്രത്യേകിച്ച് ഡൽഹിയിൽ മിഷൻ സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ക്രിസ്പിനച്ചനും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകിച്ച് അനുശോചനവും പ്രാർത്ഥനയും നേരുകയാണ്. നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലങ്ങൾ വരുന്നു. വെറും ഒരു മിഷനറി മാത്ര പ്രവർത്തനമല്ല, മറിച്ച് ജീവിച്ചിരുന്നപ്പോൾ തന്നെ തൻ്റെ കിഡ്നിയുടെ ഒരു ഭാഗം മറ്റൊരു ജീവിതത്തിന് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നൽകുവാൻ ക്രിസ്പിന് പ്രചോദനം അരുളിയത് എനിക്ക് തോന്നിക്കുന്ന മറ്റുള്ളവരെ വളർത്തണം എന്ന യൗസേപ്പിന്റെ മാതൃകയായ ഈ ജോണച്ചായാണ്. അതുകൊണ്ടാണ് നല്ല വൃക്ഷത്തിൽ നിന്നും നല്ല ഫലം വരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെയും മരണമില്ലാത്ത വേദനയില്ലാത്ത ലോകത്തിലേക്ക് കടന്നുപോയി. ഏതാനും ചില വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് ജോണച്ച ചെറിയ ആരോഗ്യ പ്രശ്നത്തിലൂടെ കടന്നു പോവുകയും ജീവിതത്തിന്റെ ഗ്രാഫുകൾ പലതവണ ഉയരുകയും താഴുകയും ചെയ്തിട്ടൊക്കെ തൻ്റെ ആ വലിയ വിശ്വാസത്തിൽ നിൽക്കുകയും ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് നിത്യതയിൽ ഗേഹം പണിയുവാനായി തൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് കടന്നുപോയി. ഇടത്താവളമാണ് ഈ ലോകമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിത്യജീവിതത്തിന്റെ വാസത്തിലേക്ക് കടന്നു പോകുന്ന ജോണച്ചായ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ കൂടെ ഉണ്ടാകട്ടെ. ദൈവം അവിടുന്ന് ഈ മകനെ തൻ്റെ സന്നിധിയിലേക്ക് സ്വീകരിക്കട്ടെ. ഈ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഓർമ്മകൾക്ക് മരണമില്ല. ജോണച്ചായുടെ ശാന്തതയുടെയും മറ്റുള്ളവരെ വളർത്തുന്ന സ്നേഹിക്കുന്ന ആ സാഹോദര്യത്തിന്റെയും ഒക്കെ ഓർമ്മകൾക്ക് ചിറക് നൽകുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ബലി നമുക്ക് ഭക്തിയോടുകൂടെ ഈ ആത്മാവിനെ സമർപ്പിച്ചു കൊണ്ടാണ്.